എല്ലാവർക്കും കുഞ്ചമ്മ കേസയ്ക്ക് സ്വാഗതം. ഹലോ, ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മളെ വീടും ചുറ്റുപാടും ഒക്കെ കാണിക്കുകയാണ്. പിന്നെ എന്നും പറയുമല്ലോ നമ്മളെ പഴയ വീട് പുതിയ വീട് എന്നൊക്കെ പറയുമല്ലോ. അപ്പോൾ ഇതാണ് എൻ്റെ വീട്, ഞാൻ താമസിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ വീട് ഇതാണ്. ഇപ്പോൾ നമ്മൾ റെൻറ്റിന് പോയല്ലോ, അപ്പോൾ റെൻറ്റിന് പോകുന്നതിന് മുന്നേ നമ്മൾ താമസിച്ചുകൊണ്ടിരുന്ന വീട് ഇതാണ്. അപ്പോൾ ഞാൻ വീട് വൃത്തിയാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വന്നിട്ട് തൂത്തുവാരുകയാണ് കേട്ടോ. കണ്ട, തൂത്തുവാരുകയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ചോദിക്കും ഒരു വീട്ടിൽ ഇത്രയും ചവറും പൊടിയൊക്കെ ഉണ്ടാകുമെന്ന് ചോദിക്കും. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അലമാര, മേശ, അതുപോലെ തന്നെ വേണ്ടാത്ത കുറേ തട്ടുമുട്ട് സാധനങ്ങളെല്ലാം കൂടെ വാരി സ്ലാബിൻ്റെ അടിയിലും അവിടെ എവിടെയൊക്കെ കുറേ സാധനങ്ങൾ വാരി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഉപയോഗമുള്ള സാധനങ്ങളെല്ലാം നമ്മളങ്ങ് കൊണ്ടുപോയി. അപ്പോൾ വേണ്ടാത്ത സാധനങ്ങളെല്ലാം കൂടെ അവിടെ ഇവിടെയും മുറ്റത്ത് കിടന്നതും എല്ലാം കൂടെ വാരി ഇവിടെ വീട്ടിനകത്ത് വെച്ചിട്ട് പോയി. അപ്പോൾ അതെല്ലാം കൂടെ പറക്കി ഒതുക്കിയപ്പോൾ അതിൻ്റെ അടിയിൽ നിന്ന് വന്ന ചവറാണിത്. അപ്പോൾ മുട്ടം പൊടിയായിരുന്നു. അപ്പോൾ മൂക്കിൽ തുണിയൊക്കെ കെട്ടി ഞാൻ ഇതെല്ലാം തൂത്തുവാരി എൻ്റെ ഊപ്പാട് വന്ന് മൊത്തം പൊടിയാണ്. തറയൊന്നും ഇട്ടിട്ടില്ല, തറ കോൺക്രീറ്റ് ചെയ്തിട്ടേക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തൂത്തത് മൊത്തം പൊടിയാണ്. അപ്പോൾ മൂക്കിൽ തുണിയൊക്കെ കെട്ടി തൂത്തിട്ട് ഞാനിവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ പറയാനുള്ളതെന്ന് പറയുമ്പോഴത്തേക്ക് നല്ല സിമൻറ്റ്, പാറപ്പൊടി, ബാക്കി സാധനങ്ങളെല്ലാം പണിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നാളെ മുതൽ പണി തുടങ്ങിയാണ്. അപ്പോൾ പണി തുടങ്ങുന്നതിന് മുന്നേ വീടെല്ലാം തൂത്തുവാരി വൃത്തിയാക്കിയിട്ടാലല്ലേ അവർക്ക് വന്ന് പണി ചെയ്യാൻ പറ്റും. അപ്പോൾ വീടിനകത്ത് കിടന്ന വേണ്ടാത്ത സാധനങ്ങളെല്ലാം വാരി ദൂരെ കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ഇരിക്കുകയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ വീട്, ഞാൻ താമസിച്ചുകൊണ്ടിരുന്ന വീട്. പലരും ചോദിച്ചിട്ടുണ്ട് ഏതാണ് വീട്, എങ്ങനെയാണ്, ഏതാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് വീട്. ഈ ചെറിയ വീട്ടിലാണ് നമ്മൾ താമസിച്ചുകൊണ്ടിരുന്നത്. ചെറിയ വീടെന്ന് പറഞ്ഞാൽ എനിക്കിത് സ്വർഗ്ഗമാണ് കേട്ടോ. കാരണം വയറ് നിറച്ച് ഞാൻ ഉണ്ടതും കൊതി തീരെ ഉറങ്ങിയതും പിന്നെ കണക്കില്ലാതെ ആഹാരം കഴിച്ചതും കണക്കില്ലാതെ ആഹാരം വിളമ്പിയതും ഒന്നിനും കണക്ക് സൂക്ഷിക്കാത്ത എൻ്റെ വീടാണ്. കാരണം നമ്മളതെന്ന് പറഞ്ഞാൽ നമ്മളൊരു സ്വന്തമായിട്ടൊരു വീടുണ്ടാകുമ്പോഴത്തേക്കാണ് നമ്മളെല്ലാ കാര്യങ്ങളും വയറ് നിറച്ച് കഴിക്കുന്നതായാലും ഉറങ്ങുന്നതായാലും നമ്മളെ മക്കൾക്കായാലും ഭർത്താവിനായാലും കണക്കില്ലാതെ ആരെയും ബോധിപ്പിക്കാതെ ആഹാരം കൊടുക്കുന്നതായാലും അങ്ങനെയുള്ള എല്ലാ ആഗ്രഹങ്ങളും നടന്ന ഇവിടെ വെച്ചിട്ടാണ്. പിന്നെ ഈ റൂമാണ് എൻ്റെ ചെറിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത് ഈ റൂമിൽ നിന്നാണ്. അപ്പോൾ ഈ ഒരു മൂലയിൽ നിന്നാണ് എൻ്റെ ചെറിയ ബിസിനസ് ഞാൻ തുടങ്ങിയത്. അപ്പോൾ അതിലും എൻ്റെ ഈ വീട്ടിൽ നല്ല ഐശ്വര്യമായിരുന്നു. എനിക്ക് നല്ല എല്ലാ കാര്യത്തിലും നല്ല സപ്പോർട്ടായിട്ട് തോന്നിയ വീടാണിത്. അപ്പോൾ ഈ വീട്ടിൽ താമസിച്ച ഒരു 4 കൊല്ലത്തിനടുപ്പിച്ച് നമ്മൾ താമസിച്ചു. അപ്പോൾ അത്രയും നാളത്തെ ജീവിതം എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് ഒരുപാട് സന്തോഷം തന്ന വീടാണിത്. അപ്പോൾ നമ്മൾ ഈ വീട് ഉപേക്ഷിച്ചിട്ട് വേറൊരു വീട് വാങ്ങണം എന്നൊക്കെ ഉള്ള പ്ലാനിങ് ആയിരുന്നു. പിന്നെ പ്ലാനെല്ലാം മാറ്റം വരുത്തിയിട്ട് ഈ വീട് തന്നെ പുതുക്കി പണിഞ്ഞ് ഇതൊരു നല്ല വീടാക്കി എടുക്കാമെന്നുള്ള തീരുമാനത്തിലാണ് നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയുള്ള സാധനങ്ങളെല്ലാം ഇറക്കി വെച്ചിട്ടുണ്ട്. വേണ്ടാത്ത ചപ്പും ചവറും എല്ലാം ഞാൻ വാരി കളഞ്ഞിട്ടുണ്ട്. ഇത് ചച്ചുവിൻ്റെ ഫിഷ് ടാങ്ക് ആയിരുന്നു കേട്ടോ. ഇപ്പോൾ ഫിഷൊന്നുമില്ല, ഫിഷെല്ലാം ചത്തുപോയി. പിന്നെ കുറേ പിന്നെ എനിക്ക് നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞില്ലല്ലോ, എനിക്കൊരു തെങ്ങുണ്ട്. ശരിക്കും തേങ്ങ കിട്ടും കേട്ടോ. ഇതിലെ തേങ്ങയാണ് നമ്മൾ ആട്ടുകയും വിൽക്കുകയും അരയ്ക്കുകയൊക്കെ ചെയ്യുന്നത്. പിന്നെ നമ്മളെ മടിച്ച് മാവ് അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ മുട്ടയടിച്ച മരത്തിൻ്റെ ഫോട്ടോ കാണിച്ച് പേടിച്ചിട്ട് പെട്ടെന്ന് കായ്ച്ചിട്ടുണ്ട് അവൾ. പിന്നെ താഴെ കാണുന്ന നിങ്ങളൊരു വീട് കണ്ടില്ലേ, അതാണ് എൻ്റെ കുടുംബ വീട്. എൻ്റെ അച്ഛനും അമ്മയും താമസിക്കുന്ന വീടാണത്. പിന്നെ ഈ പാറപ്പൊടി ഉണ്ടല്ലോ, ഇതിങ്ങനെയൊന്നുമല്ല, ഒരു മല പോലെ പാറപ്പൊടി ഇറക്കിയിട്ടിരുന്നതാണ്. ആളില്ലാത്ത സമയത്തിന് പട്ടികളെല്ലാം കൂടെ വന്ന് നിരങ്ങി അതെല്ലാം കൂടെ അവരെന്തോ അതിനകത്ത് നിരങ്ങി കളിച്ചപ്പോൾ പാറപ്പൊടി കൂന പോലെ കിടന്നത് ഇപ്പോൾ വാരി എറിഞ്ഞിരിക്കുകയാണ്. പിന്നെ ടൈൽസാണ് വീട്ടിലിടാൻ വേണ്ടി എടുത്ത് വെച്ചേക്കുന്ന ടൈൽസും കാര്യങ്ങളൊക്കെയാണ്. ഇതെൻ്റെ പച്ചമുളകാണ്. ഇപ്പോൾ ഉണക്ക് കാലാവസ്ഥയായിട്ടും 1, 2, 3 മുളകൊക്കെ അതിൽ പിടിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വേണ്ടാത്ത അലമാര സാധനങ്ങളെല്ലാം വാരി ഇവിടെ കൊണ്ട് കളഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ബാത്റൂം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊരു ബാത്റൂം പുറത്ത് കുഴിയെടുത്തിട്ടിട്ടുണ്ട് ബാത്റൂം ഉണ്ടാക്കാൻ വേണ്ടി. ഇതെല്ലാം നമ്മളെ വസ്തുവാണ് കേട്ടോ ഈ കാണുന്നതെല്ലാം. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വീട്. പിന്നെ നിങ്ങളിപ്പോൾ ഒരു വാഴത്തൈ ഉണ്ടല്ലോ, അത് ചച്ചു ഞാനിവിടെ മുന്നേ ഒരു 20 വാഴത്തൈ വെച്ചതാണ്. ഇപ്പോൾ അതിൽ ഒരെണ്ണമുള്ള ബാക്കിയെല്ലാം പന്നി കൊണ്ടുപോയി. അപ്പോൾ അടുത്ത പാറപ്പൊടി ഇറക്കിയിട്ടേക്കുന്നതാണിത്. അപ്പോൾ ഈ കാണുന്നതൊക്കെയാണ് എൻ്റെ വീട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങളെ ഇതെല്ലാം ഒന്ന് കാണിക്കണമെന്ന് തോന്നി. അപ്പോൾ ചെറുതായാലും വലുതായാലും നമുക്ക് സ്വന്തമായിട്ടൊരു വീടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആരെയും പേടിക്കേണ്ട. മറ്റുള്ളവരുടെ വീട്ടിൽ നമ്മൾ കിടക്കുമ്പോഴത്തേക്കാണ് അവർക്ക് എല്ലാത്തിനും കണക്ക് സൂക്ഷിക്കുന്നത്. ഇത് കയ്യൊക്കെ പൊള്ളി കേട്ടാ, ഭയങ്കര ജോലിയാണ്. കൂടുതൽ പണിയും ഞാനും മോനും കൂടെ തന്നെയാണ് ചെയ്യുന്നത്. ഭയങ്കര ജോലിയാണ്. ജോലിയൊക്കെ ചെയ്ത് തളർന്ന് ഞാനിങ്ങനെ റെസ്റ്റ് എടുത്തിരിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ നാളെ മുതൽ വീട്ടുപണിയൊക്കെ തുടങ്ങിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും പ്രാർത്ഥനയും സപ്പോർട്ടും എല്ലാം ഉണ്ടാവണം. അപ്പോൾ നല്ലൊരു കാര്യത്തിന് ഐശ്വര്യമായിട്ട് ഞാൻ ഇറങ്ങിയാണ്. അപ്പോൾ നിങ്ങളുടെ അടുത്തൊക്കെ ഇതൊക്കെ ഒന്ന് പറഞ്ഞിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.